എന്താണ് മണിക്കൂർ എവിടെ കയറിയിരിക്കണേ? ഒന്നുമില്ല മാമ. എന്ത് ഒരു പ്രയാസം പോലെ? അങ്ങനെ പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോ ഒരു വിഷമോ. മാമ മാമ അമ്മ പറഞ്ഞ വിഷമായ? അവള് പറഞ്ഞില്ലല്ലോ മോളെ വിഷമം. പിന്നെ ആ കുഞ്ഞുനാളിലേ അവിടെ ആഗ്രഹത്തിന് ഞാൻ തടസ്സം നിന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമമുണ്ട്. മണിക്കൂട്ട, കുഞ്ഞുങ്ങളുടെ മനസ്സിലെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളുണ്ടാകും. അത് നമ്മൾ നടത്തി കൊടുക്കണം. നടത്തി കൊടുത്തില്ലെങ്കിലേ അവരെ മനസ്സ് വേദനിക്കും. അതാണ് പറഞ്ഞത്, നമ്മൾ കുഞ്ഞുങ്ങൾ എന്ത് പറഞ്ഞാലും അത് ചെയ്തു കൊടുക്കണം. അന്നത്തെ പ്രായത്തിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല മാമ. ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് എൻ്റെ പെങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാങ്ങളെയാണെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ ധാരണ തെറ്റാണെന്ന്. അതുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട്. അവിടെ മനസ്സിൽ ഇതുപോലെ നടക്കാതെ പോയ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതുപോലെ നീ പോയി ഒന്ന് അന്വേഷിക്കാമോ? അന്വേഷിക്കാം, ഞാൻ പോയി അന്വേഷിക്കാം. അല്ലേ അത് നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോണു? അല്ല മാമ, അവിടെ അത്തരം ആഗ്രഹങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കാനാ. ചെയ്തു കൊടുക്കും. കൊള്ളാലേ സംഭവം. ശേ, അമ്മയെ സന്തോഷിപ്പിക്കുന്ന എന്തുണ്ടെങ്കിലും ഞാൻ മാമിനെ സപ്പോർട്ട് ചെയ്യും. നീ എന്നാ പോയി ഒന്ന് അന്വേഷിക്കാം. നമുക്ക് അച്ഛനടുത്ത് കൂടെ പറഞ്ഞല്ല? അല്ല, അച്ഛനോട് ഞങ്ങൾ സംസാരിക്കാം. ആണോ? എന്നാ ഞാൻ പോയി അമ്മ എന്നാ നീ പോയി ശരി. എന്ത് തിന്നെ വല്ലതും വേണോ? വേണ്ടപ്പാ. വേണ്ടേ? പിന്നെ എന്ത് വിട്ടു വന്ന? അതെ അമ്മ, ഇങ്ങോട്ട് നോക്ക്. അമ്മയുണ്ടല്ലോ സ്കൂളിൽ നിന്ന് ടൂറ് വിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമ്മാ. തന്നല്ലേ കളിയൊക്കെ വന്നായിരിക്കും. അല്ല അമ്മ, സീരിയസ് ആയിട്ടും അമ്മയ്ക്ക് ഇതുപോലെ നടക്കാതെ പോയ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഇനിയും ഉണ്ടാകുമ്പോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൊറേ ഉണ്ട്, വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. ഉണ്ടാ? എന്നാ പറ. നടക്കാതെ പോയ ആഗ്രഹങ്ങൾ എവിടുന്ന് തുടങ്ങും ഭഗവാനെ? പണ്ടത്തേന്ന് തുടങ്ങും. അപ്പൊ ഏറ്റവും ആദ്യത്തെ ഓർമ്മ എടുത്ത് തുടങ്ങാം. പണ്ട് എനിക്ക് കുഞ്ഞു കുട്ടിയാട്ടോ, സ്കൂളിലൊക്കെ പഠിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ നീളമുള്ള നല്ല പട്ടുപാവാട ഉണ്ടല്ലോ, അതിലാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് പട്ടുപാവാട തച്ചു തരൂല എന്റെ അച്ഛൻ. എന്തുണ്ടെന്നറിയോ? പട്ടുപാവാട ഇട്ടുണ്ട് നടന്ന ഞാൻ തട്ടി വീഴുന്നു. എന്നിട്ട് അവസാനം കരഞ്ഞ് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എനിക്ക് തച്ചു തന്നു ഒരു പട്ടുപാവാട. തച്ചു തന്നു. അപ്പൊ ആഗ്രഹം തീർന്നു? ആഗ്രഹം തീർന്നില്ല. എല്ലാവരും ഓണത്തിനും വിഷുവിനൊക്കെ നല്ല ഫുൾ പാവാട ഇട്ടോണ്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ലാലല്ലാന്ന് പറഞ്ഞ് നടക്കുമ്പോ ഞാനും ഇട്ടൊരു പട്ടുപാവാട, മുട്ട് വരെ ഇറക്കമുള്ള പട്ടുപാവാട. എന്നിട്ടമ്മ പിന്നെ വലിയ കുട്ടിയായപ്പോ ഇഷ്ടം പോലെ പട്ടുപാവാട ഇട്ട് ആഗ്രഹം തീർത്ത്. അന്ന് ജീൻസിന് ആഗ്രഹം ഉള്ളപ്പോ പട്ടുപാവാട വെച്ചുവരായിരുന്നു. അപ്പൊ അതും പോയി. അങ്ങനെ ആ ആഗ്രഹം പട്ടുപാവാടയുടെ കാര്യം വിടമ്മ, അത് ഇനി പറ്റൂല. ഇനി അടുത്ത പറയാമ്മ. കമ്പൈസ് ഉണ്ടല്ലോ, ഈ സേമിയൊക്കെ ടൈസ് കിട്ടുമായിരുന്നു പണ്ട്. നല്ല ചുവപ്പ് കളറിലെ കിട്ടും, പിന്നെ പാലിന്റെ ഫ്ലേവറിലുള്ളതുണ്ട്, പിന്നെ ഏലക്കൊക്കെ ഇട്ടതുണ്ട്, അങ്ങനെ കുറെ സാധനം കിട്ടും. മഞ്ഞ കളറിലെ മാങ്ങയുടെ ഉണ്ട്. അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഓടി ഇറങ്ങി പൊങ്ങിണീന്ന് അടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ അതെങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ള ഇങ്ങനെ കൊതി വരുവേ. പിള്ളേരൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ചുണ്ടൊക്കെ ചുവപ്പിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. നമുക്ക് ആഗ്രഹം തോന്നില്ല. അതേപോലെ നല്ല ടേസ്റ്റുമാണ്. എന്നെ സമ്മതിക്കൂല. അഴുക്ക മണ്ണിലൊക്കെ ഇട്ട് ഇളക്കിയ ഐസൊക്കെ ആയിരിക്കും, മറ്റേ തോട്ടിലെ വെള്ളത്തിന്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതും ചടപ്പിച്ചു കളയുമായിരുന്നു. എന്നിട്ടെന്താ, ആ സാധനം ഇപ്പൊ കിട്ടാൻ പോലും ഇല്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചു കഴിക്കായിരുന്നു. പിന്നെ വെളുക്കാൻ തേക്കണ ക്രീം ഉണ്ടല്ലോ, അപ്പുറത്തിപ്പുറത്തുള്ള വീട്ടിലെ പെൺപിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ നേരത്തെ ഈ ക്രീം വാങ്ങിച്ച് തേച്ച് നിറച്ചും പൗഡർ പൊത്തിക്കൊണ്ടേ സ്കൂളിലൊക്കെ പോകുള്ളൂ. ക്രീമും ഇടാൻ സമ്മതിക്കില്ല, പൗഡർ ഇടാൻ സമ്മതിക്കില്ല. എന്നിട്ട് പിന്നെന്തോ അതങ്ങനെ പോയി. പിന്നെ അമ്പലത്തിൽ ഉത്സവത്തിന് പിള്ളേരെ കൂടെ പോകാൻ സമ്മതിക്കില്ല, പിടിച്ചോണ്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ ചെറുത്, വലിയ ആഗ്രഹങ്ങളൊന്നും ഞാൻ ഇപ്പൊ പറയണില്ല. തളർന്ന് എന്റെ അമ്മേ, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടമ്മ, അമ്മ സത്യത്തില് വീടിനകത്ത് പൂട്ടിയിട്ടൊക്കെയായിരുന്ന? ഏകദേശം. കഷ്ടം തന്നെ കേട്ടോ അമ്മയുടെ അവസ്ഥ. ഇപ്പൊ മനസ്സിലായി എന്റെയൊക്കെ അവസ്ഥ. നിനക്കൊക്കെ എന്തോരം സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നിനക്കറിയോ? എന്നിട്ട് പറയണം സ്വാതന്ത്ര്യം ഇല്ല, അവിടെ വിടൂല ഇവിടെ വിടൂല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുറ്റം പറയണം. മനസ്സിലായ? നിന്നെ കഴിച്ചങ്ങ് വിട്ടേക്കാണ് ഇവിടെ എല്ലാരും. എന്റെ ദൈവമേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ശരി അമ്മ, പൊട്ടമ്മ വിഷമിക്കണ്ട. ഇതിനടി വന്ന് ഇതൊക്കെ ചോദിച്ച് ഓർമ്മിപ്പിച്ച എല്ലാം മറന്നിരിക്കണ കാര്യങ്ങളായിരുന്നു.
മോളെ ചോദിച്ചോ? ചോദിച്ചു. ആ. അങ്ങ് പട്ടുപാവട തുടങ്ങി ഇങ്ങറ്റം വരെയുള്ള ഒരു നീണ്ട ലിസ്റ്റ് എനിക്ക് തന്നിട്ടുണ്ട്. പട്ടുപാവാട ഈ പ്രായത്തിൽ അവക്ക് ഇനിയിപ്പൊ പട്ടുപാവാട ഞാൻ എങ്ങനെ വാങ്ങിച്ചു കൊടുക്കും? ഛേ, പണ്ടത്തെ ആഗ്രഹങ്ങൾ നടക്കാതെ പോയ ആഗ്രഹങ്ങൾ പറഞ്ഞത്. ദേ അതിനകത്തുണ്ടല്ലോ നമുക്ക് ഇപ്പൊ സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒറ്റ ആഗ്രഹങ്ങളില്ല. എന്ത് ചെയ്യും? അല്ല ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് അല്ലെ സത്യം പറയാ, എന്തെങ്കിലും ഒന്ന് അവക്ക് സഹായിച്ചു കൊടുത്തില്ല എന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകത്തില്ല. സത്യം. മണിയുടെ ഒരു കാര്യം വിഷമിക്കാതെ, ഞാനേ ഒന്ന് പോയി അത് കണ്ടിട്ട് വരാം. ആരെ? മണിയെ. എന്നിട്ട് സംസാരിച്ചിട്ട് വരാം. അളിയെന്നെ സംസാരിച്ചിട്ട് വാ. ശരി. നടത്താവുന്ന എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ഒന്ന് അന്വേഷിക്കും. എന്തായാലും വഴി ഉണ്ടാവും ഇപ്പോഴത്തെ കാലാവസ്ഥയില്. ആമാ വിഷമിക്കാതെ കാണും. സമാധാനപ്പെടാ.